ഓണ എക്സാമിന് നമ്മൾ പ്രോബബിലിറ്റി എന്ന് ചോദിച്ചാൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ടോട്ടൽ എത്രയുണ്ട്? 25 ഉണ്ട്. ഇവിടെ നമുക്ക് ടോട്ടൽ 40 ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ പോസിബിൾ പെയേഴ്സ് എന്നാണ്. അതായത് എൻ ഓഫ് എസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫസ്റ്റ് 25, ഇതിനകത്ത് 40. അപ്പോൾ 25 × 40 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 ആണ് നമ്മുടെ എൻ ഓഫ് എസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബോത്ത് ആർ ബ്ലാക്ക് എന്ന് ചോദിച്ചാണ്. അതിന് നമ്മൾ എൻ ഓഫ് എ എന്ന് കൊടുക്കാം. എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ ബോത്ത് ആർ ബ്ലാക്ക്. അപ്പോൾ ഇവിടെ എത്ര ബ്ലാക്ക് ഉണ്ട്? 10 ബ്ലാക്ക് ഉണ്ട്. ഇവിടെ എത്ര ബ്ലാക്ക് ഉണ്ട്? 15 ഉണ്ട്. അപ്പോൾ 10 × 15 150 ബ്ലാക്ക് ആണ് നമുക്കുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 150 ഡിവൈഡഡ് ബൈ ടോട്ടൽ 1000 വരും. സെക്കൻഡ് വണ്ണിൻ്റെ ആൻസറായി. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 വൈറ്റ്. അപ്പോൾ ടോട്ടൽ എത്ര വൈറ്റാണ് വരുന്നത്? ഒന്നിൽ കൂടുതൽ വൈറ്റ് വരാം. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റിയിൽ നിന്ന് ഏതാണ്? ഈ ബ്ലാക്ക് അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വൈറ്റിൻ്റെ പ്രോബബിലിറ്റി കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഓഫ് ബി എന്ന് പറയുന്നത് 1000 മൈനസ് ഈ 150 കുറച്ചാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 850 വരും. അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എൻ ഓഫ് ബി ബൈ എൻ ഓഫ് എസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 850 / 1000 വരും.